ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു സൈനിക വേട്ട. മൈലുകളോളം നീണ്ടുകിടക്കുന്ന ഇറാഖി വാഹനങ്ങളുടെ ശ്മശാനം എങ്ങനെയാണ് ഉണ്ടായത്? 1991 ഗൾഫ് യുദ്ധകാലത്ത് സദാം ഹുസൈൻ്റെ സൈന്യം തങ്ങളുടെ പ്രധാന ആയുധമായ സോവിയറ്റ് നിർമ്മിത സ്കഡ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെയും സൗദിയെയും വിറപ്പിച്ചു. എന്നാൽ 35ലധികം രാജ്യങ്ങളുൾപ്പെട്ട സഖ്യസേന രംഗത്തിറങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ഇറാഖി സൈന്യം കുവൈറ്റിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായി. ആയിരക്കണക്കിന് ടാങ്കുകളും ആയുധങ്ങളുമായി അവർ ഇറാഖിലേക്ക് മടങ്ങിയ ആ ഹൈവേ ആണ് ഇന്ന് ഹൈവേ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ വ്യോമസേന ഹൈവേയുടെ മുന്നിലും പിന്നിലുമുള്ള വാഹനങ്ങൾ ബോംബിട്ട് തകർത്ത് ഹൈവേ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു. അതോടെ ഇറാഖി സൈന്യം അവിടെ പൂർണ്ണമായി കുടുങ്ങി. പിന്നീട് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു. ഒളിക്കാൻ പോലും ഇടമില്ലാത്ത ആ റോഡിൽ വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ 10,000കണക്കിന് ഇറാഖി വാഹനങ്ങളാണ് തകർക്കപ്പെട്ടത്. യുദ്ധം നിർത്തി മടങ്ങിപ്പോയവരെ പിന്നിലൂടെ ചെന്ന് ആക്രമിച്ചത് ലോകരാജ്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അവർ ആയുധധാരികളായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അമേരിക്ക അന്ന് അതിനെ പ്രതിരോധിച്ചത്.